ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം. ഇത് ആലപ്പുഴയുടെ MP, രാജ്യത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന അതിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഇതിപ്പോൾ ഒരു പുതുമയ്ക്ക് ഒരു ദിവസത്തെയോ ഒരു മണിക്കൂറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു റെക്കോർഡിങ്ങിനോ വേണ്ടി എടുത്ത അല്ലെങ്കിൽ കാണിച്ചൊരു ക്ലിപ്പല്ല. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർക്ക് പലയിടങ്ങളിലും പല ഉപകാരങ്ങളും പല സഹായങ്ങളും ആരവങ്ങളില്ലാതെ വലിയ PR കൊട്ടിഘോഷങ്ങളില്ലാതെ സവിശേഷമായി എന്തെങ്കിലും ഉയർത്താൻ ഒരു സംഘം ആളുകളൊന്നുമില്ലാതെ ഏറ്റവും കഠിനമായ സമയത്ത് രാജ്യത്ത് ഒരു പാർട്ടിയുടെ ചുമതലയും അതേ താല്പര്യത്തോടെ താൻ പ്രതിനിധീകരിക്കുന്നതടക്കമുള്ള മുഴുവൻ മേഖലയിലെയും മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയുടെ നേർചിത്രമാണ്. ഇതിപ്പോൾ കാണിക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില പ്രൊഫൈലുകളിൽ നിന്ന് ചില പേജുകളിൽ നിന്ന് KC വേണുഗോപാലിനെ കാണുവാനില്ല, അദ്ദേഹം ആലപ്പുഴയിലേക്ക് വരുന്നില്ല, ആലപ്പുഴയിലെ ജനങ്ങളെ കേൾക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ കാണാനിടയായി. സാധാരണ ഈ പോസ്റ്റുകൾ മനുഷ്യരെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ ആവശ്യപ്പെട്ട് ചെന്ന് ഏതെങ്കിലും പാർട്ടിയുടെ ആളിനെയോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ അവരെയൊന്നും കാണുകയല്ല ചെയ്യുന്നത്. ചില പേജുകളിൽ നിന്നാണത്. അത് പേജുകളിൽ നിന്ന് ഒന്നിൽ നിന്നല്ല, സെയിം മാറ്റർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ എഴുതി തകർത്ത് പുറത്തേക്ക് വിടുന്നതായി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇതേ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് തന്നെ എവിടെ നിന്നോ കിട്ടിയ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടി വന്നത്. രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഈ കോൺഗ്രസ് എവിടെ തോറ്റാലും അല്ലെങ്കിൽ ആരെങ്കിലും 5-6 പേർ കൂറുമാറിയാൽ അങ്ങ് തെറിയോടെ തെറി കുറേ ആളുകൾ, കുറച്ചാളുകൾ താല്പര്യപൂർവ്വം ഇതിൽ അഭിരമിക്കുന്നവർ ഒരു അജണ്ട വെച്ച് തന്നെ തെറി പറയുന്നത് മുഴുവൻ KC വേണുഗോപാലിനെ ആയിരുന്നു. ഇന്ന് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ എന്താണ്? പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ അവസ്ഥ. എല്ലാവരും പണ്ട് പറഞ്ഞത് മമതാ ബാനർജിയെ പ്രസിഡൻ്റ് ആക്കണം, അവരെപ്പോലുള്ളവരാണ് വേണ്ടത്, അവരെ കണ്ടില്ലേ ഇവരെ കണ്ടില്ലേ. എന്തായി സ്ഥിതി? ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥിതി എന്താ? ഉദ്ധവ് താക്കറെയുടെ സ്ഥിതി എന്താ? ശരത് പവാറിൻ്റെ സ്ഥിതി എന്താ? എന്താണ് എല്ലാവരുടെയും സ്ഥിതി? അവർ ജയിപ്പിച്ചു വിട്ട MPമാരിൽ മഹാഭൂരിപക്ഷവും മറുകണ്ഠം ചാടിയും പല സ്ഥലത്തേക്കും ചാടിപ്പോയി. എന്നിട്ടെന്തേ ആരും അവരെ ചീത്ത വിളിക്കാത്തത്? അവിടെ ചീത്ത വിളിക്കുന്നത് പോകുന്നവരെയും കൊണ്ടുപോകുന്നവരെയുമാണ്. എന്നാൽ കോൺഗ്രസ്സിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ചീത്ത വിളിക്കുന്നത് KC വേണുഗോപാലിനെയും പിന്നെ രാഹുൽ ഗാന്ധിയെയും ഒക്കെയാണ് ചീത്ത വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നവരെയല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല. ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി കടന്ന് ഈ ആലപ്പുഴയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ല എന്ന് പറയുന്നൊരു നറേറ്റീവ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു. കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലായിരുന്നു. ഈ പുതിയ മണ്ഡലം ക്രമീകരണം വന്നപ്പോഴാണ് ഈ പാർലമെൻറ്റ് കരുനാഗപ്പള്ളി ഇതിൻ്റെ ഭാഗത്തേക്ക് വന്നത്. അതിനു മുമ്പ് ഇവിടെ ആയിരുന്നവരും എൻ്റെ പ്രദേശവും അല്ലെങ്കിൽ നമ്മുടെ ആളുകളും ഒക്കെയായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കാൾ ഓരോ വീടും ഓരോ മനുഷ്യരെയും അറിയാവുന്നതും ഇടപെടേണ്ടതാണെങ്കിൽ അതിൽ ഇടപെടുന്ന കാര്യത്തിലും KC വേണുഗോപാൽ ഒരു ശൂന്യതയും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ VM സുധീരൻ പോലും പരാജയപ്പെട്ട ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ തുടർച്ചയായി ഇവിടെ വന്നു നിന്ന് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? എന്ന് മാത്രമല്ല, അദ്ദേഹം MP അല്ലാതിരുന്നപ്പോഴും തൻ്റെ ഓഫീസ് ആലപ്പുഴയിൽ ക്രമീകരിക്കുകയും അവിടെ തന്നെ തുടരുകയും ചെയ്ത ആളാണ് KC വേണുഗോപാൽ. പിന്നെ സവിശേഷമായ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യേക പെരുമാറ്റം, ഒരു പ്രത്യേക സ്നേഹപ്രകടനം അങ്ങനെയൊന്നും പുള്ളിയിൽ നിന്നുണ്ടായിട്ടില്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ചില കാര്യങ്ങളിൽ. പക്ഷേ ചെയ്യാവുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ തുടർച്ചയായി ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കുന്നത്. എങ്ങനെയാണ്?
എന്ത് പറഞ്ഞാലും അവൻ അത്രമേൽ കോൺഫിഡൻസ് ആ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അല്ലാത്തതെല്ലാം കണ്ടിട്ടില്ലേ, മഹാഭൂരിപക്ഷത്തിന് വന്നവർ അല്പം വന്ന് മിന്നി മറഞ്ഞു പോയവരുടെ കാലത്തൊക്കെയാണ് ഏതാണ്ട് 10, 40, 30 വർഷമായി ഒരു പ്രദേശത്ത്, അത് എന്നാൽ അദ്ദേഹം ആലപ്പുഴയിലൊക്കെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആലപ്പുഴ എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. ഈറ്റില്ലം മേല് നൊന്ത് നേതാവായ ആളുകളിൽ പെടുന്നവരാണ്, അല്ലാതെ വേറെന്തെങ്കിലും തരത്തിൽ ഇൻ്റർവ്യൂവിലൂടെ കടന്നു വന്ന ആളുമല്ല കെ സി വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരു മടിയുമില്ലാതെ, എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ചിലപ്പം ഈ ആൾക്കൂട്ടവും ഫോൺ വിളിയൊക്കെ കണ്ട് നമ്മളെടുത്ത് എറിഞ്ഞു കളയണമെന്ന്, അങ്ങനെ വരെ നിന്ന് മുഷിഞ്ഞ് പണിയെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇത് പറയുമ്പോൾ ഇപ്പോൾ അത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ചിലരുണ്ട്, അത് പറഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്തോ ഗുണം, എനിക്കെന്തോ കിട്ടും, അത് വേറൊരു കാര്യം. അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. പക്ഷേ നേരനുഭവങ്ങൾ സത്യസന്ധമായി പറയണമല്ലോ. അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് കാണിച്ചതും ഇത്രയും പറഞ്ഞത്.